الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وآل محمد كما صليت على إبراهيم وآل إبراهيم وبارك على محمد وآل محمد كما باركت على إبراهيم وآل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ, തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ നാം സദഖ സക്കാത്തിനെ സംബന്ധിച്ചാണ് സംസാരിച്ചത്. സദഖ സക്കാത്ത് എന്നുള്ളത് ഒഴിഞ്ഞ് മാറാൻ കഴിയാത്ത വിധം എല്ലാവരെയും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സാമ്പത്തികമായ സംസ്കാരത്തിൻ്റെയും സാമ്പത്തികമായ ഒരു സമൂഹത്തിൽ എല്ലാവരിലേക്കും എത്തുന്നതിൻ്റെയും ഒരു നടപടിക്രമമാണ്. ഉള്ളവർ, സാമ്പത്തികമായി കഴിവുള്ളവർ നിർബന്ധമായും കൊടുക്കുന്നതിന് സദഖ എന്നും, എല്ലാ വിശ്വാസികളും നിർബന്ധമായും തങ്ങൾക്കുള്ളതിൻ്റെ പങ്ക് നൽകുന്ന സംസ്കാരത്തിന് സക്കാത്ത് എന്നും പറയും. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് നൽകിയിട്ടില്ലെങ്കിലുള്ള ഗുരുതരമായ ഭവിഷ്യത്തുകളെക്കുറിച്ചുമൊക്കെ എല്ലാവർക്കും അറിയാം. സക്കാത്ത് ഏത് കാര്യങ്ങൾക്കൊക്കെയാണ് നൽകേണ്ടത്, അല്ലെങ്കിൽ സദഖ ഏതിനൊക്കെയാണ് നൽകേണ്ടത്? നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഏതൊക്കെ കാര്യങ്ങളിൽ വരുമാനമുണ്ടോ ആ വരുമാനമുള്ളതിനെല്ലാം സദഖ നൽകേണ്ടതുണ്ട്. അത് കാർഷിക വിളകളാണെങ്കിലും ശമ്പളമാണെങ്കിലും കച്ചവടമാണെങ്കിലും വാടകയാണെങ്കിലും ഒക്കെ അതിൻ്റെ വിഹിതം നൽകേണ്ടതുണ്ട്. ഓരോന്നിനും നൽകുന്ന വിഹിതം എങ്ങനെയാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ശമ്പളമാണെങ്കിൽ തനിക്കും തന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കുമുള്ള അടിസ്ഥാനപരമായ ചിലവ് കഴിച്ച് ബാക്കിയുള്ളതിനാണ് കൊടുക്കേണ്ടത്. ചില ആളുകൾ പറയാറുണ്ട്, ഈ ചിലവ് കഴിക്കുക എന്നുള്ളത് പറയാൻ പാടില്ല, കിട്ടുന്നതിൻ്റെ സദഖ വിഹിതം നൽകിയതിന് ശേഷമാണ് ചിലവ് പരിഗണിക്കേണ്ടതെന്ന്. ഇത് യുക്തിപരമായ ഒരു വർത്തമാനമല്ല. കാരണം മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ചിലവ് പരിഗണിക്കപ്പെടണം. ഒരാൾക്ക് 10,000 രൂപയാണ് മാസ വരുമാനമുള്ളത്, പക്ഷേ അയാൾക്ക് 11,000 രൂപ ചിലവുണ്ട്. കുട്ടികളുടെ പഠനം, ചികിത്സ, വീട്ടിലെ ചിലവുകൾ, യാത്ര, ഇതൊക്കെയായി ബന്ധപ്പെട്ട് 11,000 രൂപ ചിലവ് വരുന്നുണ്ട്. ഇയാൾ ആദ്യം തന്നെ അതിൻ്റെ സദഖ വിഹിതം എടുത്ത് മാറ്റിയാൽ ഇയാൾ കൂടുതൽ കടക്കാരനാകല്ലേ ചെയ്യാം. അത് പാടില്ലാത്തതാണ്. അപ്പോൾ കൊടുക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്, നിയമപരമായി ഒരാളുടെ മേൽ ബാധ്യതയാക്കുമ്പോൾ അതിന് നീതിയുക്തമായ കാരണങ്ങൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചിലവ് കഴിച്ച് ബാക്കിയുള്ളത്, മിച്ചമുള്ളതിനാണ് സദഖ നൽകേണ്ടത്. എത്ര ശതമാനം നൽകണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച. അതിനങ്ങനെ നിശ്ചിത ശതമാനം ഖുർആൻ പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് ആവശ്യത്തിൻ്റെ തോതനുസരിച്ചാണ് കൊടുക്കേണ്ടത്. 2.5 എന്നുള്ളത് കൃത്യമായ കണക്കൊന്നുമല്ല. അത് 5, 10, 20 ഒക്കെ ആകാവുന്നതാണ്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം കച്ചവടവുമായി ബന്ധപ്പെട്ട സക്കാത്തിനെ സംബന്ധിച്ചാണ്. കച്ചവടത്തിന് സക്കാത്തുണ്ട്, സദഖയുണ്ട്. നേർക്കുനേരെ ഖുർആനിൽ പറഞ്ഞിട്ടില്ല, ഹദീസിലും നേർക്കുനേരെ പറഞ്ഞിട്ടില്ല. ആകപ്പാടെ ഖുർആനിൽ ഒരായത്തിനെ വ്യാഖ്യാനിക്കാറുള്ളത് യാ അയ്യുഹല്ലദീന ആമനു അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബത്തും വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർളി എന്ന സൂറത്തുൽ ബഖറയിലെ ഒരായത്തിനെ വിശദീകരിച്ചുകൊണ്ട്, വിശ്വാസികളെ, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവ് ചെയ്യണം, ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് മുളച്ചുണ്ടാകുന്നതിലും നിങ്ങൾ ചെലവ് ചെയ്യണം എന്ന് പറയുന്ന ആ ആയത്ത് കച്ചവടത്തെ സംബന്ധിച്ചാണ് എന്ന് ഖത്താദയെ പോലുള്ള ചില മുഫസ്സിറുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാണ് കച്ചവടത്തിൻ്റെ സദഖയെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എന്ന നിലക്ക് പറയുന്നത് കാണാം. പക്ഷെ നേർക്ക് നേരെ പറഞ്ഞിട്ടില്ല. ഭൂമിയിൽ നിന്ന് മുളക്കുന്ന കാർഷിക വിളകൾക്ക് സക്കാത്ത് നൽകണം, അല്ലെങ്കിൽ അതിന് സദഖ നൽകണം എന്ന് ഖുർആൻ നേർക്ക് നേരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കച്ചവടത്തിൻ്റേത് ആ രീതിയിൽ പറഞ്ഞിട്ടില്ല. ഇനി അടുത്തത് ഒരു ഹദീസാണ്. അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. സമ്രത്ത് ബിൻ ജുന്ദുബ് പറയുന്നതായിട്ട് പറയുന്നു, പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിക്കാറുണ്ടായിരുന്നു,
മിനല്ലദീ നുഇദ്ദുൽ ലിൽ ബൈഇ, കച്ചവടത്തിന് വേണ്ടി ഒരുക്കിയ മുതലിന് സക്കാത്ത് നൽകണം, അതിന് സദക്ക നൽകണം എന്ന് പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതാണ് കച്ചവടവുമായി ബന്ധപ്പെട്ട് എന്ന് പറയപ്പെടുന്ന ഒരു ഹദീസ്. അത് അബൂദാവൂദിലാണ്. അതുപോലെ അബൂദർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാം. ദാറുഖുത്നി ഉദ്ധരിച്ച ഒരു ഹദീസിൽ പ്രവാചകൻ പറയുന്നതായിട്ട് ഞാൻ കേട്ടു എന്ന് അബൂദർ പറയുന്നു, ഫിൽ ഇബ്നി സദഖത്തഹ വഫിൽ ഗനമി സദഖത്തഹ വഫിൽ ബഖരി സദഖത്തഹ വഫിൽ ബുസ്സി അല്ലെങ്കിൽ വഫിൽ ബസ്സി സദഖത്ത എന്ന് പറയുന്നതായിട്ട്. ഒട്ടകത്തിന് അതിൻ്റെ സദഖയുണ്ട്, അതുപോലെ പശുവിന് അതിൻ്റെ സദഖയുണ്ട്, അതുപോലെ ബസ്സിനും അതിൻ്റെ സദഖയുണ്ട്. ബസ് എന്ന് പറഞ്ഞാൽ വസ്ത്രമാണ് എന്ന ഒരു അർത്ഥം കൽപ്പിച്ചുകൊണ്ട് അത് കച്ചവടമാണെന്ന് പറയുന്നു. പക്ഷേ ബസ് എന്ന് പറയുന്നത് മറ്റ് വളർത്തുമൃഗങ്ങൾക്ക് പൊതുവായി പറയുന്ന ഒരു പേരാണ് എന്ന് നമുക്ക് ചില ആളുകളൊക്കെ പറഞ്ഞതായിട്ട് കാണാം. ഏതായാലും ഇങ്ങനെ ദുർബലമായ ചില ഹദീസുകളിലും ഖുർആനിൻ്റെ നേർക്കുനേരെയല്ലാത്തൊരു വചനത്തിലുമാണ് കച്ചവടത്തിൻ്റെ സക്കാത്തുള്ളത് എന്ന് പറയുന്നു. അഥവാ കച്ചവടത്തിൻ്റെ സക്കാത്ത് എന്ന് പറയുന്നത് നേർക്കുനേരെയുള്ള നസ്സായ കൽപ്പനയല്ല, മറിച്ച് അത് ഖിയാസാണ്, അത് ഇജ്തിഹാദിയായിട്ട് കൊടുക്കേണ്ടതാണ്. കച്ചവടത്തിന് സക്കാത്ത് കൊടുക്കണമെന്ന കാര്യത്തിൽ എനിക്കും തർക്കമൊന്നുമില്ല. ദാവൂദ് ലാഹിരിയെ പോലുള്ള മഹാപണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു, ലാ സദഖത്ത ഫീഹി, ലാ സക്കാത്ത ഫീഹ, കച്ചവടത്തിന് സക്കാത്ത് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം കച്ചവടം തന്നെ ഒരു സക്കാത്താണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ന്യായം. നമ്മൾ അവിടേക്കൊന്നും പോകണ്ട. സദഖ കൊടുക്കണം കച്ചവടത്തിന്, പക്ഷേ എങ്ങനെ കൊടുക്കണം? ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കച്ചവടത്തിൻ്റെ സദഖയെക്കുറിച്ച് നമ്മുടെ പുരോഹിതന്മാരും പാരമ്പര്യ ആളുകളും പറഞ്ഞിരിക്കുന്നത്, കച്ചവടത്തിൻ്റെ സക്കാത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ക്യാപിറ്റലിനുൾപ്പെടെ, മുടക്ക് മുതലിനുൾപ്പെടെ, സ്റ്റോക്കിനുൾപ്പെടെ എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരിക്കണമെന്നുള്ളതാണ്. ഇവിടെയാണ് നാം ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടത്. മുടക്ക് മുതൽ, അതായത് ക്യാപിറ്റൽ, സ്റ്റോക്കിന് എല്ലാ വർഷവും സ്റ്റോക്കിന് 2% കൊടുക്കണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലാണോ, പ്രായോഗികമാണോ, നീതിയുക്തമാണോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആലോചിച്ച് നോക്കൂ, കൃഷിക്ക് കാർഷിക വിളകൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. എന്തിനല്ല? ഭൂമിക്കല്ല. നിങ്ങളുടെ കയ്യിൽ 10 കോടിയുടെ ഭൂമിയുണ്ട്, പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം 1 ലക്ഷമാണെങ്കിൽ ആ 1 ലക്ഷത്തിന് കൊടുത്താൽ മതി. അവിടെ മുടക്ക് മുതലിന് ഭൂമിയുടെ വിലക്ക് നിങ്ങൾ സദക്ക നൽകേണ്ടതില്ല. നിങ്ങളുടെ കയ്യിൽ 10 ബസ്സുണ്ട്, ആ 10 ബസ്സിന് നിങ്ങൾക്ക് ചിലവാകുന്നത് 2 കോടി രൂപയാണ്, അല്ലെങ്കിൽ 5 കോടി രൂപയാണ്. പക്ഷേ ബസ്സിൽ നിന്നുള്ള വരുമാനത്തിന് സദക്ക നൽകിയാൽ മതി, സക്കാത്ത് നൽകിയാൽ മതി. അതിൻ്റെ ആ ബസ്സിൻ്റെ മുടക്ക് മുതലിന് സക്കാത്ത് എല്ലാ വർഷവും കൊടുക്കേണ്ടതില്ല. നിങ്ങൾക്ക് 10 കോടിയുടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന വാടകയ്ക്ക് നിങ്ങൾ സദക്ക നൽകിയാൽ മതി. ആ ബിൽഡിങ്ങിൻ്റെ മുതലിന് എല്ലാ വർഷവും കൊടുക്കേണ്ടതില്ല. എന്നാൽ കച്ചവടക്കാരൻ എല്ലാ വർഷവും അവൻ്റെ സ്റ്റോക്കിന് കൊടുക്കണം എന്നാണ് പുരോഹിതന്മാർ പറയുന്നത്. ഇത് നീതിയാണോ? മാത്രമല്ല, അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നല്ല, ഇത് യഥാർത്ഥത്തിൽ എല്ലാ കച്ചവടക്കാർക്കും ബാധകമായി തീരുമോ? ഉദാഹരണത്തിന്, ഒരു മത്സ്യ കച്ചവടക്കാരൻ, മൊത്ത കച്ചവടക്കാരൻ, ഹോൾസെയിൽ മത്സ്യ കച്ചവടക്കാരൻ, അയാൾ ഓരോ ദിവസവും 10 ലക്ഷത്തിൻ്റെ മത്സ്യം കയറ്റി അയക്കുന്നു. അയാൾ ഒരു വർഷം കച്ചവടം ചെയ്യുന്നത് വലിയ ഹ്യൂജ് എമൗണ്ടാണ്. അയാൾക്ക് മുടക്ക് മുതലായിട്ട് സ്റ്റോക്കായിട്ട് എന്താ ഉള്ളത്? ഒരു 10 പെട്ടി ഉണ്ടാകും, ഒന്നും ഉണ്ടാവില്ല. ഇയാൾ മുടക്ക് മുതലിന് സക്കാത്ത് നൽകേണ്ടതില്ല. പച്ചക്കറി കച്ചവടക്കാരൻ, ഒരു മൊത്ത കച്ചവടക്കാരൻ, അയാൾക്ക് പച്ചക്കറി വരുന്നു, കച്ചവടം ചെയ്യുന്നു, അയാൾ പോകുന്നു. 11 മണിയാകുമ്പോഴേക്ക് കച്ചവടമൊക്കെ കഴിഞ്ഞു, പക്ഷേ ലക്ഷങ്ങളുടെ കച്ചവടം നടക്കും. അയാൾക്ക് മുടക്ക് മുതൽ എന്താ ഉള്ളത്? ഒന്നുമില്ല. അയാൾക്കൊന്നുമില്ല, മുടക്ക് മുതലായിട്ടൊന്നുമില്ല. ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ, അയാൾക്ക് 50 കോടിയുടെ സ്റ്റോക്കുണ്ട്. ആ 50 കോടിയുടെ സ്റ്റോക്ക് അവിടെ ഉണ്ടാകും. അയാൾ 50 കോടിയുടെ സ്റ്റോക്കിന് എല്ലാ വർഷവും സക്കാത്ത് നൽകണം അത്രയും പുരോഹിതന്മാരുടെ ശരീഅത്തനുസരിച്ച്. ഈ മത്സ്യക്കച്ചവടക്കാരൻ ഇയാളെക്കാളും ബിസിനസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അയാൾക്ക് സ്റ്റോക്കില്ല, അയാൾ കൊടുക്കേണ്ടതില്ല. ഇത് നീതിയാണോ? സ്വർണത്തിന് 1% അല്ലെങ്കിൽ 1.5% ആണ് അതിൻ്റെ പണിക്കൂലിയിൽ ലാഭമെടുക്കുന്നത് എങ്കിൽ, എല്ലാ ചിലവും കഴിച്ച് ബാക്കിയുള്ള ശതമാനം കൂട്ടുമ്പോൾ ഇയാൾ 2.5 കൊടുക്കണം. അപ്പോൾ പറയും, ഇത് ആവർത്തനം ഉണ്ടാകുന്നുണ്ടല്ലോ, കച്ചവടത്തിൽ ആവർത്തനം ഉണ്ടാകുന്നുണ്ടല്ലോ. ആവർത്തനം ഉണ്ടാകുന്നു എന്നതൊരു സങ്കല്പമാണ്. ആവർത്തനം ഉണ്ടായില്ലെങ്കിലും ഇയാൾ കൊടുക്കണം, 2.5% കൊടുക്കണം. ഇതെങ്ങനെ കൊടുക്കും? മുതലിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ടി വരും. അപ്പോൾ കച്ചവടം എന്താവും? കച്ചവടം പൊളിയും. എന്ന് വെച്ചാൽ നിലവിലുള്ള സക്കാത്ത് സിസ്റ്റം കച്ചവടക്കാരെ തകർക്കുന്നതോ അല്ലെങ്കിൽ കച്ചവടക്കാരെ കൊണ്ട് കള്ളത്തരം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതോ ആയ ഒരു രീതിയാണ്. സാധ്യമല്ലല്ലോ. എന്ന് മാത്രമല്ല, നിങ്ങൾ ടെക്സ്റ്റൈലുകളിൽ കയറി നോക്കൂ. ടെക്സ്റ്റൈലുകളിൽ കയറിയാൽ
അവിടെ നിറയെ വസ്ത്രങ്ങൾ കാണും. പക്ഷേ അതിൽ വിൽപ്പനയ്ക്ക് വേണ്ടി റൺ ചെയ്യുന്ന വസ്ത്രങ്ങൾ ഒരു 30% ഉണ്ടാവുള്ളൂ. ബാക്കി 70% നിറക്കാൻ വേണ്ടി വെച്ചതോ അല്ലെങ്കിൽ ഡെഡ് സ്റ്റോക്കോ ആയിരിക്കും. അത് അവർ വാങ്ങിയതിനേക്കാൾ എത്രയോ വില കുറച്ചാണ് 5-10 വർഷം കഴിയുമ്പോൾ പുറത്തേക്ക് കൊടുക്കേണ്ടി വരിക. അത് പിന്നെ ഒന്നിച്ച് എടുക്കുന്ന തെരുവ് കച്ചവടക്കാരോ മറ്റോ വന്ന് അവർ നാമമാത്രമായ കാശിൽ അതവർ കൊടുക്കും, അല്ലെങ്കിൽ അത് കത്തിച്ച് കളയേണ്ടി വരും. ഇതിന് വർഷാവർഷം ഇതിൻ്റെ കണക്ക് കൂട്ടിയിട്ട് 2.5% സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഏത് കച്ചവടമാണ് സത്യസന്ധമായി നടത്താൻ കഴിയുക? കച്ചവടക്കാരോട് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു സമീപനം സ്വീകരിച്ചത് ഈ പുരോഹിത വിഭാഗം? നേർക്ക് നേരെ ഖുർആനിലും ഹദീസിലും പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം ഖിയാസിയായിട്ട് അഥവാ ഗവേഷണാത്മകമായിട്ട് പറയുമ്പോൾ അതിനെ തുലനം ചെയ്യേണ്ടത് കാർഷിക വൃത്തിയോടാണ്, കർഷകരോടാണ്, അല്ലെങ്കിൽ അതിനെ തുലനം ചെയ്യേണ്ടത് വാടകക്കാരോടാണ്, അല്ലെങ്കിൽ അതിനെ തുലനം ചെയ്യേണ്ടത് മറ്റ് വരുമാനത്തോടാണ്. എങ്കിൽ ആ വരുമാനത്തിൻ്റെ മുടക്ക് മുതൽ അപ്പടി തന്നെ നിർത്തുകയും എന്നിട്ട് അതിൽ നിന്ന് വരുന്ന ഇൻകമിന്, വരുമാനത്തിന് സക്കാത്ത് നൽകുകയും ചെയ്യുക എന്ന ഒരു സമീപനമാണ് യഥാർത്ഥത്തിൽ കച്ചവടക്കാരോട് സ്വീകരിക്കേണ്ടത്. അതാണ് പ്രായോഗികം, അതാണ് നീതി, അതാണ് ഇസ്ലാമിൻ്റെ വിധി. ഈ ഹദീസുകളിലൊക്കെ ഞാനിപ്പോൾ വായിച്ചില്ല, അബൂദാവൂദിലും ദാറുഖുത്നിയിലും ഉദ്ധരിച്ച് വന്ന 2 ഹദീസുകൾ. ഈ ഹദീസുകളിൽ പറയുന്നത് എന്താണ്? മാ നുഇദ്ദു മിനല്ലദീ നുഇദ്ദു ലിൽ ബൈഇ, കച്ചവടത്തിന് വേണ്ടി മാറ്റിവെച്ച സംഖ്യക്ക് സക്കാത്ത് നൽകണം. ശരിയാണ്. നിങ്ങൾ സക്കാത്ത് നൽകിയ അല്ലെങ്കിൽ സദഖ നൽകിയ പണം കൊണ്ടാണ് കച്ചവടം തുടങ്ങേണ്ടത്. നിങ്ങൾ 1 കോടി രൂപ കൊണ്ടൊരു കച്ചവടം തുടങ്ങുന്നു. അപ്പോൾ 1 കോടി രൂപയുടെ 2.5 ലക്ഷം രൂപ ആദ്യം തന്നെ സക്കാത്ത് അല്ലെങ്കിൽ സദഖ അതിനുവേണ്ടി മാറ്റിവെക്കുന്നു, നിങ്ങൾ കൊടുക്കുന്നു. ബാക്കി 1 കോടി രൂപ കൊണ്ട് തുടങ്ങിയാൽ പിന്നെ ഈ 1 കോടി രൂപയ്ക്ക് കൊടുക്കേണ്ടതില്ല. അടുത്ത വർഷം അത് സ്റ്റോക്ക് എടുക്കുന്നു. സ്റ്റോക്ക് എടുക്കുന്ന എന്തിനാ? ഇത് വളർന്നിട്ടുണ്ടോ എന്നറിയാൻ. 2 തരത്തിൽ വളരും. ഒന്ന്, ഇതിൻ്റെ മൂല്യം കൂടി വളരും, ഇപ്പോൾ സ്വർണ്ണമൊക്കെ വളരുന്നത് പോലെ. അല്ലെങ്കിൽ നിങ്ങൾ ലാഭം വീണ്ടും അതിൽ തന്നെ നിക്ഷേപിച്ച് അതിൻ്റെ അളവ് വർദ്ധിക്കും. ഇങ്ങനെ 2 തരത്തിലുള്ള വർധനവുണ്ടാകും. ഒന്നുകിൽ അവിടെയുള്ള സാധനങ്ങളുടെ മൂല്യം തനിയെ വർദ്ധിക്കും, അപ്പോൾ 1 കോടി 1.10 അപ്പോൾ ആ 10 ലക്ഷത്തിന് കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആ ലാഭം വീണ്ടും അതിൽ തന്നെ നിക്ഷേപിച്ച് അത് വളർന്നിട്ടുണ്ടാകും. അങ്ങനെയും 1 കോടി 1.10 1.20 ആയിട്ടുണ്ടാകും, അപ്പോൾ 20 ലക്ഷത്തിന് കൊടുക്കണം. എന്ന് വെച്ചാൽ ഓരോ വർഷവും സ്റ്റോക്ക് എടുത്തിട്ട് നിങ്ങൾ കഴിഞ്ഞ വർഷം നിക്ഷേപിച്ചതിനേക്കാൾ എത്രയാണോ വർധനവുണ്ടായിട്ടുള്ളത് ആ വർധനവിനാണ് കൊടുക്കേണ്ടത്, സക്കാത്ത് നൽകേണ്ടത്. മുടക്ക് മുതലിന് എല്ലാ വർഷവും ആവർത്തിച്ച് കൊടുക്കേണ്ടതില്ല. അങ്ങനെ കൊടുക്കണമെന്ന് പറയുന്നത് കടുത്ത അനീതിയാണ്. അത് ആരാനും സാധ്യമല്ലാത്ത സംഗതിയുമാണ്. അത് മനുഷ്യനെ തെറ്റായതിലേക്ക് നയിക്കുന്ന, കളവ് പറയാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിനെ ഏതെങ്കിലും തരത്തിൽ ഉപായത്തിൽ ഒപ്പിക്കാൻ വേണ്ടി മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന, ഒരു കണ്ണത്തരത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. ഒരിക്കലും അത് സാധ്യമല്ല. എന്നല്ല, കച്ചവടം സ്വയം ഒരു ചലനം സമൂഹത്തിലുണ്ടാക്കുന്നുണ്ട്, കർഷകരുണ്ടാക്കുന്നത് പോലെ തന്നെ. എന്ന് മാത്രമല്ല, കച്ചവടം എന്ന് പറയുന്നത് ഇന്ന് പൊതുവെ കമ്മീഷൻ ഏജൻസിക്കാണ് കച്ചവടം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഫാക്ടറി ഉണ്ടാക്കുന്നു, ഫാക്ടറി ഉണ്ടാക്കുന്നതിൽ നിന്ന് കച്ചവടക്കാരനെ സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ഹോൾസെയിൽ ഡീലറിലേക്ക്, ഹോൾസെയിൽ ഡീലർ റീറ്റെയിൽ ഡീലറിലേക്ക്, ഇങ്ങനെ ഒരു ഘടനയുണ്ട്. ഇങ്ങനെ കമ്പനിയിൽ നിന്ന് റീറ്റെയിൽ ഡീലറിലേക്ക് എത്തുമ്പോഴേക്കും അത് 4-5 കൈകൾ മറിയുന്നുണ്ട്. ഇങ്ങനെ ഇവരൊക്കെയും കമ്മീഷൻ എടുത്ത് ഇയാൾ വിൽക്കേണ്ടത് കമ്പനി നിശ്ചയിച്ച MRPക്കാണ്, കമ്പനി നിശ്ചയിച്ച റീറ്റെയിൽ പ്രൈസിലാണ് വിൽക്കേണ്ടത്. ഇങ്ങനെ വിൽക്കുമ്പോൾ ഇയാൾക്ക് കിട്ടുന്നത് കമ്പനി നിശ്ചയിച്ച ഒരു കമ്മീഷനാണ്. ആ കമ്മീഷൻ ചിലപ്പോൾ 100% ഉണ്ടാകാം, ചിലപ്പോൾ 10% ഉണ്ടാകാം, ചിലപ്പോൾ 1% ഉണ്ടാകാം, ഇങ്ങനെയൊക്കെ ആവാം. ഈ കമ്പനി നിശ്ചയിക്കുന്ന ലാഭം എന്ന് വെച്ചാൽ 90% കച്ചവടവും ഇന്ന് കമ്മീഷൻ ഏജൻസി എന്നുള്ള നിലയ്ക്കാണ് നടക്കുന്നത്. പ്രൊഡക്ഷൻ അങ്ങനെ തന്നെ വിൽക്കുന്നത് കമ്പനി മാത്രമാണ്. ഈ കമ്മീഷൻ ഏജൻസി എന്ന നിലക്കുള്ള കച്ചവടക്കാരോടാണ് നിങ്ങൾ നിങ്ങളുടെ മുടക്ക് മുതലിന് വീണ്ടും എല്ലാ വർഷവും ആവർത്തിച്ച് സക്കാത്ത് നൽകണം എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ചെറുകിട കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വൻകിടക്കാരാണെങ്കിലും അവർക്ക് സാധ്യമല്ലാത്ത സംഗതിയാണ് എന്ന് നമ്മൾ അറിയണം. ഇനി നഷ്ടം വന്നാലോ? ഏറ്റവും വലിയ തമാശയും ക്രൂരതയും അവിടെയാണ്. കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചു. എന്താണ് ആധുനിക ഫിഖ് അല്ലെങ്കിൽ നിലവിലുള്ള ഫിഖ് പറയുന്നത്? ഈ പുരോഹിത ഫിഖ് എന്താ പറയുന്നത്? നഷ്ടം സംഭവിച്ചാൽ കൊടുക്കണം, കാരണം സ്റ്റോക്ക് ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ 1 കോടി രൂപയുടെ മുടക്ക് മുതൽ കൊണ്ട് തുടങ്ങിയ ഒരു കച്ചവടം സ്റ്റോക്ക് എടുത്ത് നോക്കുമ്പോൾ 90 ലക്ഷമേ ഉള്ളൂ, 10 ലക്ഷം നഷ്ടമാണ്. അപ്പോഴും ചങ്ങാതി കൊടുക്കണം, നഷ്ടമാണെങ്കിലും കൊടുക്കണം, ഈ 90 ലക്ഷത്തിന് കൊടുക്കണം എന്നാ. ഇങ്ങനെ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന, തകർത്ത് കളയുന്നൊരു സംവിധാനം, അത് അള്ളാഹുവിൻ്റെ ദീനിലുണ്ടാകുമോ, ഖുർആനിലുണ്ടാകുമോ? ഒരിക്കലുമില്ല. പക്ഷേ വസ്തുനിഷ്ഠമല്ലാതെ കാര്യങ്ങൾ പഠിക്കുകയും
എന്നിട്ട് അതിനെ മറ്റെന്തിനോടൊക്കെയോ സമീകരിച്ചുകൊണ്ട് നിയമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്. നഷ്ടം സംഭവിച്ചാൽ എന്താണ്? ഇമാം നവവി പറയുന്നുണ്ട്, ഒരാൾക്ക്, ഒരു കച്ചവടക്കാരന് നഷ്ടം സംഭവിച്ചാൽ സക്കാത്തിൻ്റെ ഫണ്ടിൽ നിന്ന് അയാളുടെ നഷ്ടം നികത്തി അയാളുടെ ലാഭത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഫണ്ട് മുടക്കണം. ഒരു രത്നക്കച്ചവടക്കാരന് രത്നക്കച്ചവടം നഷ്ടത്തിലായാൽ അയാളെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള സംവിധാനം സക്കാത്ത് ഫണ്ടിൽ നിന്നുണ്ടാക്കണം. പക്ഷേ നിലവിലുള്ള മത ഫിഖ് പറയുന്നത് അയാൾ നഷ്ടത്തിൽ നിന്നും സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്നാണ്. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സ്റ്റോക്കിന് ആവർത്തിച്ച് സക്കാത്ത് നൽകണം എന്ന അബദ്ധജടിലമായ സിദ്ധാന്തത്തിൽ നിന്നാണ് അതുണ്ടായത്. അത് തെറ്റാണ്. ഒരു നീതിശാസ്ത്രമനുസരിച്ചും അതിനെ നീതീകരിക്കാനോ ന്യായീകരിക്കാനോ സാധ്യമല്ല. കച്ചവടവുമായി ബന്ധപ്പെട്ട, അപ്പോൾ സാധാരണ ആൾക്കാർ ചോദിക്കാറുണ്ട്, കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് സക്കാത്തിനെക്കുറിച്ചും സദക്കയെക്കുറിച്ചും പറയുമ്പോൾ കച്ചവടത്തിൻ്റെ നികുതി, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ GST, ഇതെന്തിൽ കണക്കാക്കണം? ഇത് എക്സ്പെൻസിൽ കണക്കാക്കണം. നികുതിയും സക്കാത്തും ഒന്നല്ല. സക്കാത്ത് എന്ന് പറയുന്നത് സമൂഹത്തിലെ ദരിദ്രരായ ആളുകളുടെ ദാരിദ്ര്യം നീക്കുന്നതിന് വേണ്ടി ഇസ്ലാം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാമ്പത്തിക സിദ്ധാന്തമാണ്. നികുതി എന്ന് പറയുന്നത് ഭരണകൂടത്തിന് അവരുടെ ഭരണകൂടത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും നാടിൻ്റെ പൊതുവായ വികസനത്തിന് വേണ്ടിയും ചെലവഴിക്കുന്നതിന് വേണ്ടി ഭരണകൂടം ഉണ്ടാക്കിയിട്ടുള്ള മറ്റൊരു സംവിധാനമാണ്. ഇത് രണ്ടും ഒന്നല്ല. അപ്പോൾ ടാക്സ് എന്തിൽ ഉൾപ്പെടുത്തണം? ടാക്സ് എക്സ്പെൻസിൽ ഉൾപ്പെടുത്തണം. കച്ചവടക്കാരൻ നൽകുന്ന ഇൻകം ടാക്സ് ആണെങ്കിലും GST ആണെങ്കിലും എല്ലാം അത് അവൻ്റെ എക്സ്പെൻസിൽ ഉൾപ്പെടുത്തണം. ആ എക്സ്പെൻസ് കഴിഞ്ഞ് മിച്ചമുള്ളതിനാണ്, അതായത് 1 കോടിയുടെ കച്ചവടം തുടങ്ങി 1.10 ഉണ്ട് സ്റ്റോക്ക് എടുക്കുമ്പോൾ, 1.10 ഉണ്ടാകുമ്പോൾ ഈ 10 ലക്ഷത്തിനാണ് കൊടുക്കേണ്ടത്. ഈ 10 ലക്ഷത്തിന് കൊടുക്കുമ്പോൾ ഇയാളുടെ എക്സ്പെൻസ് ഇതിൽ നിന്ന് കഴിക്കണം. ജീവനക്കാരുടെ ശമ്പളം, അയാളുടെ ശമ്പളം, അവിടുത്തെ കറണ്ട് ബില്ല്, പിന്നെ വാടക, പിന്നെ ഇത് GST, പിന്നെ ഇൻകം ടാക്സ് ഒക്കെ കഴിച്ച് ബാക്കി എത്രയാണ് വരുന്നത് അതിനാണ് സദക്ക നൽകേണ്ടത്. അതിൻ്റെ 5-10% കൊടുത്തോളൂ, അതിനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു കുഴപ്പമില്ല. അല്ലാതെ GST കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സദക്ക നൽകേണ്ടതില്ല, ഇത് രണ്ടും ഒന്നാണ് എന്ന് വിചാരിക്കരുത്. കാരണം GST ഉൾപ്പെടെയുള്ള, ഇൻകം ടാക്സ് ഉൾപ്പെടെയുള്ള എല്ലാ ടാക്സുകളും എക്സ്പെൻസിലാണ് കണക്ക് കൂട്ടേണ്ടത്. എന്നിട്ട് മിച്ചമുള്ളതിനാണ് സക്കാത്ത് അഥവാ സദക്ക നൽകേണ്ടത് എന്നർത്ഥം. ഇത് കൃഷിയുടെ കാര്യത്തിൽ പറയുന്നുണ്ട്, 5% നൽകേണ്ടതും 10% നൽകേണ്ടതൊക്കെ പറയുന്നുണ്ട്. കച്ചവടം യഥാർത്ഥത്തിൽ വലിയ അധ്വാനമുള്ളൊരു സംഗതിയാണല്ലോ. ബൗദ്ധികമായും ശാരീരികമായും വലിയ അധ്വാനമുള്ളൊരു സംഗതിയാണ് കച്ചവടം. ആ കച്ചവടത്തെ ആ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് തന്നെ കാണണം. സമൂഹത്തിൽ പണം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം കച്ചവടക്കാരുണ്ട് എന്നുള്ളതാണ്. അവർ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു, ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി ചില ആളുകൾ പ്രവർത്തിക്കുന്നു, അതിൻ്റെ റോ മെറ്റീരിയൽ ഉണ്ടാക്കുന്നു, അതിനു വേണ്ടിയുള്ള പണികൾ നടക്കുന്നു. അങ്ങനെ ഒരു കച്ചവടം ഒരാൾ ഇങ്ങേ അറ്റത്ത് ചെയ്യുമ്പോഴേക്കും അത് കറങ്ങി തിരിഞ്ഞ് അപ്പുറത്തെത്തുമ്പോഴേക്ക് ആയിരക്കണക്കിന് ആളുകൾ പരോക്ഷമായി ജോലി ചെയ്യുന്നുണ്ട്. സമൂഹത്തിൽ വലിയ ചലനങ്ങളാണ് കച്ചവടം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കച്ചവടം എന്നുള്ളത് സ്വയം തന്നെ ചലിക്കുകയും മറ്റുള്ളവരെ ചലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വൃത്തിയാണ്. കൃഷിക്ക് ഇത്രത്തോളം ഇല്ല. കൃഷി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയാണ്. കൃഷി ഇതിനേക്കാൾ മാത്രമാണ് കേട്ടോ മറ്റൊരർത്ഥത്തിൽ. കാരണം കാർഷിക വൃത്തി നടക്കുന്നത് കൊണ്ടാണ് ഇപ്പുറത്ത് കച്ചവടം വേറൊരു അർത്ഥത്തിൽ നടക്കുന്നത്. പക്ഷേ കച്ചവടം ഒരു സമൂഹത്തെ ചലിപ്പിക്കുന്ന അത്ര ആ രീതിയിലല്ല കർഷകർ ചലിപ്പിക്കുന്നത്. കർഷകർ ജീവിപ്പിക്കുന്നു, കച്ചവടം ചലിപ്പിക്കുന്നു. ഇത് രണ്ടും രണ്ട് ഭാഗത്ത് ഒരേ സമയത്ത് ഒരുപോലെ നടക്കുന്ന പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ കച്ചവടം എന്നുള്ളതിന് അവരെ കർഷകർക്ക് നൽകുന്ന അതേ പ്രാധാന്യം കച്ചവടക്കാർക്കും നൽകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ സ്റ്റോക്കിന് ആവർത്തിച്ചുള്ള സക്കാത്ത് അല്ലെങ്കിൽ സ്വതക്ക നൽകേണ്ടതില്ല. അങ്ങനെ നൽകുന്നത് ക്രൂരതയാണ്, നീതിക്ക് വിരുദ്ധമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് ഖുർആനിലും സുന്നത്തിലും കച്ചവടത്തെക്കുറിച്ച് പറയാതിരുന്നത് എന്നും ആലോചിക്കാവുന്നതാണല്ലോ. പ്രവാചകൻ്റെ കാലത്ത് ഏറ്റവും സജീവമായി നടക്കുന്ന ഒരു ഇടപാട് കച്ചവടമാണ്. പ്രവാചകൻ തന്നെ ഒരു കച്ചവടക്കാരനാണല്ലോ. സിറിയയിൽ പോയിട്ടുണ്ട്, ഖദീജ ബീവിയുടെ മാനേജറായിട്ടുണ്ട്, സ്വന്തം നിലക്ക് കച്ചവടം ചെയ്തിട്ടുണ്ട്. അന്നാട്ടിൽ മിക്ക ആൾക്കാരും കച്ചവടക്കാരാണ്. നബിക്ക് കച്ചവടത്തെക്കുറിച്ച് അറിയാത്തത് അല്ലല്ലോ. എന്നിട്ട് എന്തുകൊണ്ടാണ് നബി കച്ചവടത്തെക്കുറിച്ച് പറയാതിരുന്നത്? കൃഷിയെക്കുറിച്ച് പറഞ്ഞു, ഈത്തപ്പഴത്തെക്കുറിച്ച് പറഞ്ഞു, ഗോതമ്പിനെക്കുറിച്ച് പറഞ്ഞു, ആടിനെക്കുറിച്ച് പറഞ്ഞു, പശുവിനെക്കുറിച്ച് പറഞ്ഞു, ഒട്ടകത്തെക്കുറിച്ച് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞ നബി എന്തുകൊണ്ടാണ് കച്ചവടത്തെക്കുറിച്ച് പറയാതിരുന്നത്? എന്തുകൊണ്ടാണ് ഖുർആനിൽ പരാമർശമില്ലാതിരുന്നത്? കച്ചവടം സ്വയം തന്നെ ഒരു സദഖയായി മാറുന്നു എന്ന കാരണത്താലാണ്. അതുകൊണ്ടാണ് അത് ജിത്തിഹാദിയാണ് എന്ന് പറയാൻ കാരണം. അതിനാൽ എല്ലാ വർഷവും ആവർത്തിച്ച് സ്റ്റോക്കിന് സക്കാത്ത് നൽകണം എന്ന് പറയുന്ന ഫിഖ് യഥാർത്ഥത്തിൽ ഖുർആനിക വിരുദ്ധമാണ്. അത് ഖുർആനികമായ താല്പര്യങ്ങൾക്കെതിരാണ്. അത് നീതിക്ക് വിരുദ്ധമാണ്. ഇതാണ് നാം മനസ്സിലാക്കേണ്ടുന്ന വസ്തുത. നീതിയാണ് ഇസ്ലാമിൻ്റെ കാതൽ. ഖുർആനിൻ്റെ അടിസ്ഥാനം നീതിയാണ്. നീതിക്ക് വിരുദ്ധമായത് പറയാൻ പാടില്ല.
കച്ചവടത്തിൻ്റെ ABCD അറിയുന്നവർക്കറിയാം, ആവർത്തിച്ച് മുടക്കുമുതലിന് സക്കാത്ത് നൽകണമെന്ന് പറഞ്ഞാൽ ആ കച്ചവടം തകരും, ആ കച്ചവടം മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. അങ്ങനെ ഖുർആൻ പറയില്ല. കാരണം പ്രായോഗികമായ ദർശനങ്ങളാണ് ഇസ്ലാമിൻ്റെത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ കൗനൈനി മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ ഖാതമിൽ അംബിയാഇ സയ്യിദുൽ മുർസലീൻ മുറാദിൽ മുഷ്താഖീൻ മഹ്ബൂബിൽ ആശിഖീൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ സാഹിബിൽ ഹറമൈനി വബിനി ദബീഹൈൻ സയ്യിദിനാ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സഹോദരന്മാരെ, അല്ലാഹു തആല നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദഖ സക്കാത്തുമായി ബന്ധപ്പെട്ട ഖുത്ബ യൂട്യൂബിൽ വന്നതിന് ശേഷം ചില ആളുകളൊക്കെ ചോദിച്ച ചില ചോദ്യങ്ങൾ ഈ രണ്ടാം ഖുത്ബയിൽ പരാമർശിക്കേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ്. അതിലൊന്ന്, ഈ പള്ളിയിലെ ഉസ്താദുമാർക്ക് ഖത്തീബുമാർക്കൊക്കെ നമ്മുടെ നിർബന്ധദാനത്തിൻ്റെ വിഹിതം നൽകാമോ എന്നുള്ളതാണ്. പണ്ഡിതന്മാർ എന്ന വിഭാഗം സക്കാത്തിൻ്റെ അവകാശികളായിട്ട് ഖുർആൻ എണ്ണിയിട്ടില്ല. അവർ പാവങ്ങളാണെങ്കിൽ, ഫക്കീറാണെങ്കിൽ, മിസ്കീനാണെങ്കിൽ നൽകാം. അല്ലാതെ ഒരാൾ പള്ളിയിൽ ഉസ്താദാണ് എന്നുള്ളത് സക്കാത്തിന് അർഹനാണ് എന്നുള്ളതിൻ്റെ അടയാളമല്ല. ഒരാൾ ഖത്തീബാണ്, പണ്ഡിതനാണ് എന്നുള്ളതൊന്നും സക്കാത്തിൻ്റെ അവകാശിയാണ് എന്നുള്ളതിൻ്റെ അടയാളമല്ല. ഖുർആൻ 8 വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ 8 വിഭാഗത്തെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. ആ 8 വിഭാഗത്തിൽ അവർ പെടുന്നില്ല. അതുകൊണ്ട് പള്ളിയിൽ ഉസ്താദ് എന്നുള്ള ഒരു പരിഗണനയല്ല, മറിച്ച് അയാൾ ദരിദ്രനാണോ, സക്കാത്തിൻ്റെ അവകാശികളിൽപ്പെട്ടയാളാണോ എന്ന് പരിഗണിച്ചുകൊണ്ടാണ് കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യേണ്ടത്. പിന്നെ മറ്റൊരു ചോദ്യം ഉണ്ടായത്, സ്വന്തം വീട്ടിൽ തന്നോടൊപ്പം ജീവിക്കുന്ന ആളുകൾക്ക് അവരർഹരാണെങ്കിൽ കൊടുക്കാമോ എന്നുള്ളതാണ്. തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന മക്കൾ, ഇണ തുടങ്ങിയ ആളുകളല്ലാത്ത സഹോദരങ്ങളുണ്ടെങ്കിൽ സഹോദരങ്ങൾക്ക് അർഹരാണെങ്കിൽ അവർക്ക് കൊടുക്കാം. തൻ്റെ സഹോദരനാണെന്ന് കരുതി അത് പിന്നെ ഒരു അയോഗ്യതയല്ലല്ലോ. തൻ്റെ സഹോദരനാണ്, പക്ഷേ അയാൾ സക്കാത്തിന് അർഹനാണ്, തൻ്റെ കയ്യിൽ സക്കാത്തിൻ്റെ ഫണ്ടും ഉണ്ട്, എന്നിട്ട് അയാൾ കൊടുക്കാതെ പുറത്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അയാൾ സഹോദരനാണ് എന്നുള്ളത് ഒരു അയോഗ്യതയായിട്ട് കണക്കാക്കാൻ പാടില്ല, കൊടുക്കാം. മറ്റൊരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വന്നത് മുൻകൂട്ടി കൊടുക്കാമോ എന്നുള്ളതാണ്. വർഷം തികയുന്നതിന് മുമ്പ് അതും ചെയ്യാം, മുൻകൂട്ടി കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല. എന്നിട്ട് വർഷം തികഞ്ഞാൽ കണക്ക് കൂട്ടിയിട്ട് കൂടുതലുണ്ടെങ്കിൽ കൊടുത്താൽ മതിയല്ലോ. മുൻകൂട്ടി കൊടുക്കുന്നതിൽ വിരോധമൊന്നുമില്ല. ആവശ്യക്കാരൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് മുൻകൂട്ടി കൊടുക്കാം. കാരണം ഒരു നന്മ ചെയ്യുന്നതിൽ മുൻകൂട്ടി എന്നുള്ളത് ഗുണകരമായൊരു സംഗതി മാത്രമാണ്, അത് ഒരു തെറ്റായ കാര്യമല്ല. പിന്നെ മറ്റൊരു അന്വേഷണം വന്നത് വീടുണ്ടാക്കാനും ചികിത്സയ്ക്കും വേണ്ടി കൊടുക്കാമോ എന്നുള്ളതാണ്. തീർച്ചയായും ദാരിദ്ര്യം എന്ന് പറയുന്നത് പല മേഖലകളിലേക്ക് വ്യാപിക്കുന്നതാണ്. വീടില്ലാത്തവർ അത് ദാരിദ്ര്യത്തിൻ്റെ ഭാഗമാണ്, ചികിത്സിക്കാൻ കഴിയാത്തവർ ദാരിദ്ര്യത്തിൻ്റെ ഭാഗമാണ്, പഠിക്കാൻ കഴിയാത്ത കുട്ടികൾ ദാരിദ്ര്യത്തിൻ്റെ ഭാഗമാണ്, പട്ടിണി. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ വെറും പട്ടിണിയാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അതല്ല, ദാരിദ്ര്യത്തിൻ്റെ കൈകൾ നീളുന്നത് പല മേഖലകളിലേക്കാണ്. അപ്പോൾ അതൊക്കെ പരിഗണിക്കണം. വീടില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദയനീയമായൊരവസ്ഥയില്ലേ. കയറി കിടക്കാൻ ഒരു പൂരയില്ലാതിരിക്കുക, രോഗം വന്നിട്ട് ചികിത്സിക്കാൻ കഴിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിൻ്റെ അതിദയനീയമായൊരവസ്ഥയല്ലേ. അപ്പോൾ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ വെറും പട്ടിണിയാണ്. അതും ഈ തെറ്റായ പ്രഭാഷണങ്ങളെ കൊണ്ടുണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണയാണ്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ വെറും പട്ടിണിയല്ല. ദാരിദ്ര്യത്തിൻ്റെ കൈകൾ എവിടെയൊക്കെ നീളുന്നുണ്ടോ അങ്ങനെയൊക്കെ. ഇപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു സക്കാത്ത് കമ്മിറ്റിയുണ്ട് തൃശ്ശൂർ. ഞാൻ വളരെ അപൂർവമായി മാത്രം അംഗീകരിക്കുന്ന ചില സക്കാത്ത് കമ്മിറ്റികളിൽ ഒന്നാണ്. സക്കാത്ത് കമ്മിറ്റികൾ ബിദഅത്താണ് എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ. അതിൽ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സക്കാത്ത് കമ്മിറ്റിയുള്ള തൃശ്ശൂരാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് അഡ്വക്കേറ്റ് തയ്യിബ് ഇബ്രാഹിമിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സക്കാത്ത് കമ്മിറ്റി. അവർ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റുകൾ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് പാവപ്പെട്ട ആളുകൾക്ക് ആ ഫ്ലാറ്റുകൾ നൽകുന്നു. അതോടുകൂടി അവരുടെ വലിയൊരു പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ്. അവർ 1000-10,000 കൊടുക്കുകയല്ല ചെയ്യുന്നത്, ഫ്ലാറ്റുകൾ പണിയുക. എന്നിട്ട് വീടില്ലാത്തവർക്ക് ആ വീട്ടിലേക്ക്, അത് വലിയൊരു ഒരു ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ
വീടുണ്ടാക്കുന്നതിന് വേണ്ടിയും ചികിത്സയ്ക്ക് വേണ്ടിയൊക്കെ കൊടുക്കണം. അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധിക്കേണ്ടത്. ഇനിയും കുറേ ചോദ്യങ്ങളുണ്ട്. അത് എൻ്റെ ഫുത്തുബയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയും വരുന്ന ഫുത്തുബകളിൽ അത് പറയുമെന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.